ഞാൻ ഡോക്ടർ ജോഡി തോംസൺ. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയിൽ മരുന്നുകൾക്കും ഓപ്പറേഷനുകൾക്കും പകരം ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന് ഊന്നൽ നൽകുന്നു. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചുകൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനുമല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുക എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് CKD അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് 5 ആണ്. 16 വർഷം മുമ്പ് IgA നെഫ്രോപ്പതി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 16 വർഷം ആയപ്പോഴേക്കുമാണ്, നേരത്തെ കണ്ടുപിടിച്ചു, പക്ഷേ 16 വർഷം ആയപ്പോഴേക്കും റീനൽ ഫെയിലിയറിലെത്തി. അപ്പം സ്റ്റേജ് 5 അതായത് GFR <15 എത്തി. അപ്പോൾ ഇപ്പം റീനൽ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഒരു ഡയാലിസിസ് തുടങ്ങണം, പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ പ്രിപ്പറേഷനും ചെയ്യണമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് 16 വർഷമായിട്ട്, അതായത് കിഡ്നി ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കിഡ്നിക്കുള്ള എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കിഡ്നി ഡിസീസ് ശരിക്കും ഡയഗ്നോസ് ചെയ്തത്. അന്ന് മുതൽ തന്നെ യൂറിക് ആസിഡും കൂടുതലായിരുന്നു. അപ്പോൾ യൂറിക് ആസിഡ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ BPH അതായത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അതിൻ്റെ സ്റ്റേജ് 3 ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ PSA അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു മാർക്കറാണ്, അതും പോസിറ്റീവായിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻസ് ഉണ്ട്, 40 വർഷമായിട്ട് വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അത് സംബന്ധിച്ചുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്, കാലിൽ കറുപ്പ് നിറവും ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ സ്കാനിങ് നോക്കുമ്പോൾ ഗോൾ ബ്ലാഡർ പോളിപ്പ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ആർത്രൈറ്റിസ്, നടുവേദനയുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. കിഡ്നിയിലാണെങ്കിലും സ്കാനിൽ സ്റ്റോൺ കാണിക്കുന്നുണ്ട്. സ്ലീപ്പ് ബുദ്ധിമുട്ടുകൾ, ഉറക്കം തീരെ കിട്ടുന്നില്ല. അത് മിക്കവാറും എല്ലാ കിഡ്നി പേഷ്യൻസും ഒരു ലേറ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും, അതായത് സ്റ്റേജ് 5 അല്ല, അതിനൊക്കെ മുമ്പ് തന്നെ മിക്കവാറും ഉറക്കക്കുറവും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങും. ഇദ്ദേഹം 7 തരം മരുന്നുകൾ, 7 ഗുളികകൾ, അതുകൊണ്ട് 10 ഗുളികകളോളം ഡെയിലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീനൽ പേഷ്യൻസിന് മരുന്ന് എന്തെടുത്താലും സ്ട്രെയിനാണ്. ഇത്രയും റീനൽ ഫെയിലിയർ ആയിട്ട് ഇപ്പോഴും 10 ഗുളികകൾ ഡെയിലി കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ അഡ്വൈസ് ചെയ്തിരിക്കുന്ന AV ഫിസ്റ്റിൽ, അതായത് നമ്മൾ ഡയാലിസിസിൻ്റെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള AV ഫിസ്റ്റിൽ ഇടാൻ, കാരണം അത് റെഡിയായി വരാൻ തന്നെ ഒരു 2 മാസത്തോളം വേണം. അപ്പം ഇപ്പോൾ ഓൾറെഡി ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്യാനും ഇമ്മീഡിയറ്റ്ലി പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റിന് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും രോഗങ്ങളുള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ ഡയാലിസിസ് ഒഴിവാക്കി എത്ര നാൾ കൊണ്ട് മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ സാധിച്ചു, അസ്വസ്ഥതകൾ കുറയാൻ എത്ര നാൾ വേണ്ടി വന്നു, പരിശോധനാ ഫലങ്ങളിൽ ഉണ്ടായ പുരോഗതി തുടങ്ങിയവയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പേഷ്യൻ്റ് ഡീറ്റെയിലേക്ക് വരുമ്പോൾ, 54 വയസ്സുള്ള മെയിലാണ്, 171 സെൻറ്റിമീറ്റർ പൊക്കം, 83 കിലോ ആണ് തൂക്കം. ബോഡി ഏജ് 61 ആണ്. അതായത് 54 വയസ്സേ ഉള്ളൂ കലണ്ടർ, അതായത് നമ്മുടെ കലണ്ടർ അനുസരിച്ച് നമ്മുടെ പ്രായം നോക്കുമ്പോൾ 54 വയസ്സാണ്. പക്ഷേ അതായത് ബോഡി 61 വയസ്സിൻ്റെ ഏജിങ് കാണിക്കുന്നുണ്ട്. അബ്ഡോമിനൽ സർക്കംഫറൻസ് 102 സെൻറ്റിമീറ്റർ ഉണ്ട്, അതായത് ഒത്തിരി നന്നായിട്ട് കുടവയറുണ്ട്. പിന്നെ ഫാറ്റ് പെർസെൻറ്റേജ് 29.4%, അതായത് ആണുങ്ങൾക്ക് ശരിക്കും 10 മുതൽ 15% വേണ്ടതിൽ ബോഡിയിൽ കൊഴുപ്പ് ഒത്തിരി കൂടുതലുണ്ട്. നെക്സ്റ്റ്, ഇത് ഏത് കാറ്റഗറി ഡിസീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാറ്റഗറൈസേഷൻ വരും ഡിസീസിന്. ഇത് മെറ്റബോളിക് ഡിസോർഡർ ഉണ്ട്, അതായത് ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റി ആണല്ലോ തുടങ്ങുന്നത്, അങ്ങനെയാണ് ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റി ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോഴേക്കാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാണുന്നത്. ഈ IgA നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതുപോലെ ഇദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻ ഉണ്ട്, അതുപോലെ സ്കിൻ ലീഷൻസ് ഉണ്ട്. വെരിക്കോസ് വെയിൻ വരുമ്പോൾ മിക്കവാറും അപ്പം ഇത്, അതുപോലെ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു 40 വർഷമായിട്ട് വെരിക്കോസ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് തടിച്ചു വന്ന് അത് ഒരു അൾസർ ലെവലിലേക്ക് പതുക്കെ, മൈൽഡ്, വലിയ അൾസറായിട്ടില്ല, പക്ഷേ എന്നാലും സ്കിൻ ലീഷൻസിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആക്ച്വലി ഒരു പ്രോബ്ലമായിട്ട് അത് നമ്മൾ യൂഷ്വലി വെരിക്കോസ് വെയിൻ വരുമ്പോൾ എല്ലാവരും ഇഗ്നോർ ചെയ്യും. അതാണ് സാധാരണ നടക്കുന്നത്. ശരിക്കും വെരിക്കോസ് വെയിൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് നമ്മൾ വരുമ്പോഴേ തന്നെ അത് നമ്മൾ എന്താണെന്ന് സീരിയസ് ആയിട്ട്, കാരണം അത് വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ അത് പ്രോബ്ലം ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ വെരിക്കോസ് വെയിൻ വരുമ്പോൾ തന്നെ അത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഒരു 16 ഇയേഴ്സ് ബാക്കാണ്
അറിയുന്നത് പ്രഷറായിട്ട് ചെല്ലുമ്പം വർക്കൗട്ട് ഹോസ്പിറ്റൽ വർക്കൗട്ട് ചെയ്യുമ്പം IgA നെഫ്രോപ്പതി ഉണ്ടെന്ന് കണ്ട് അത് ബയോപ്സി കിഡ്നി ബയോപ്സി ഒക്കെ എടുത്ത് IgA നെഫ്രോപ്പതി എന്ന് ഡയഗ്നോസ് ചെയ്തു. പിന്നെ ഈ മരുന്നുകളും ഡയബറ്റിസ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് 3 years ആയിട്ട് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അതായത് BPH പുരുഷന്മാരിൽ വരുന്ന ഇതാണ്, അതും കണ്ടുപിടിച്ചിരുന്നു. അപ്പം ഈ ഇതിനെല്ലാം മരുന്നുകളും കഴിക്കുന്നുണ്ട്, അന്ന് മുതലേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പം റീസെൻ്റ്ലി നോക്കിയപ്പോഴാണ് PSA പോസിറ്റീവായിരുന്നു കാണുന്നത്, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ക്യാൻസറിൻ്റെ തുടക്കം കൂടെ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്കം കൂടെ ഒന്നും അറിയുന്നത് അപ്പോഴാണ്. ഇത് കൂടാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത് നോക്കി, ഇപ്പം ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ട്, ഗോൾ ബ്ലാഡർ പോളിപ്പുണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ വയറിൻ്റെ അസ്വസ്ഥതകൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് നടുവേദനയുണ്ട്, കാലിന് വേദനയുണ്ട്, ബാക്ക് പെയിന്, മുട്ടുവേദന ഒക്കെ ഉണ്ട്. കാരണം ഓവർ വെയിറ്റ് ആണല്ലോ, മുട്ട് തേയ്മാനം വന്നിട്ടുണ്ട്. അതുപോലെ ഓവർ വെയിറ്റും ഈ മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവർക്ക് കാണുന്നതാണ് ഈ ഡിസ്ക് പ്രൊലാപ്സും ഡിസ്കിന് തേയ്മാനവും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ സ്കാനിങ് നോക്കുമ്പോൾ റീനൽ സ്റ്റോൺസും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രേഡ് 3 പ്രോസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒബ്സ്ട്രക്റ്റീവ് ബ്ലാഡർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൻ്റെ കട്ടി കൂടി, അതായത് മൂത്രാശയത്തിൻ്റെ കട്ടി കൂടി, അതായത് മസിലിൻ്റെ കട്ടി കൂടി വരുന്ന ഒരു പ്രോബ്ലം കൂടെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഉറക്കക്കുറവ്, മൊത്തത്തിൽ അസ്വസ്ഥതകളും ശരീരവേദനയും ഒക്കെ ഉണ്ട്, നീരുണ്ട്. ഇതൊക്കെ നീര് കിഡ്നിയുടെ കൊണ്ടും വരും, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ നീരുണ്ടാകും. മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന് മൊത്തത്തിൽ ബോഡി പെയിനാണ് പറയുന്നത്. അതുകൂടാതെ വയറിൻ്റെ അസ്വസ്ഥത, നടുവേദന, മസിൽ പെയിന്, പിന്നെ ഉറക്കക്കുറവ്, ഉറക്കത്തിൻ്റെയാണ് പിന്നെ ഉള്ളത്. പിന്നെ നടക്കുമ്പോഴേക്ക് നടക്കാൻ പറ്റുന്നില്ല, അതാണ് അടുത്തത്. പിന്നെ ഈവൻ ഡ്രൈവ് ചെയ്യാനും പറ്റുന്നില്ല, ഈ മൊത്തത്തിൽ കാലിൻ്റെ മുട്ടിനും ഉപ്പൂറ്റിക്കൊക്കെ വേദനയാനും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ യൂറിനറി പ്രോബ്ലം, അപ്പോൾ എപ്പോഴും യൂറിൻ പോകണം, യൂറിൻ പിടിച്ചു നിർത്തുന്നതിന് നിർത്താൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ചൊറിച്ചിലുണ്ട്, കാലിൻ്റെ വെരിക്കോസ് വെയിൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം മൾട്ടിപ്പിൾ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഫെയിൽ ചെയ്യുമ്പോഴേക്കും ഇത്രയും കാലമായിട്ട് വന്നാണല്ലോ, മൾട്ടിപ്പിൾ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ മെഡിസിൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിലും അത് പ്രഷറിന് വേണ്ടിയിട്ട് പലതരം മരുന്നുകളുണ്ട്. റിനോസ്പ്രസ് എന്നുള്ള മരുന്നുണ്ട്, അത് 2 നേരം കഴിക്കുന്നുണ്ട്. പ്രസോസിൻ 2 നേരമുണ്ട്. പിന്നെ നോഡോസിസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, അത് സോഡിയം ബൈകാർബണേറ്റ്, അത് കിഡ്നി പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. അതൊരു ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ കോൺകോർ എന്ന് പറഞ്ഞ്, അത് ഇദ്ദേഹത്തിന് നെഞ്ചിടിപ്പ് കൂടുതലും ഉണ്ട്, അതുപോലെ BPക്കും 2നും കൂടെ ഉള്ളതാണ്. ബിസപ്രലോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. പിന്നെ അർക്കമിൻ എന്ന് പറയുന്നത് ക്ലോണിഡിൻ എന്ന് പറയും, അതും BPക്കുള്ള മരുന്നാണ്. പിന്നെ ലോബുൻ എന്ന് പറഞ്ഞ വേറൊരു ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ഫെബുറ്റാസ്, അത് യൂറിക് ആസിഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫെബുക്സോസ്റ്റാറ്റ് എന്നുള്ള യൂറിക് ആസിഡിന് വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ടൊനാക്ട് എന്നും പറഞ്ഞ് വേറൊരു അറ്റോസ്റ്റാറ്റിൻ, അത് കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അങ്ങനെ 7 തരം മരുന്നുകളുണ്ട്. ഓൾമോസ്റ്റ് 10 ഗുളികകളോളം ഡെയിലി കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റുകളിലേക്ക് നോക്കിയാൽ അദ്ദേഹത്തിന് ഡയബറ്റിക് അല്ല, പക്ഷേ കൊളസ്ട്രോൾ, ഷുഗറും HbA1c ഒക്കെ നോർമലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമൈലേസും ലൈപ്പേസും കൂടുതലാണ്, അതായത് പാൻക്രിയാസിന് നീർക്കെട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അതിൻ്റെ ഒരു ഇതും കൂടെയാണത്, നമ്മൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് ബോഡിയിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹൈ ആണ്. ഈ മറ്റേ കൊളസ്ട്രോളൊക്കെ നോർമലാണ്, കാരണം മരുന്ന് കഴിക്കുന്നുണ്ട്, അതിന് കൺട്രോൾഡാണ്. HSCRP കൂടുതൽ, അത് കാർഡിയാക് റിസ്ക് കൂടുതലുണ്ട്. ESR കൂടുതലുണ്ട്. രക്തക്കുറവുണ്ട്, അത് കിഡ്നി പേഷ്യൻസ് പലപ്പോഴും ഉണ്ടാകുന്നതാണ് രക്തക്കുറവ്. പിന്നെ GFR <15 ആണ്, 15 താഴെ വന്നു കഴിയുമ്പോൾ ഗ്രേഡ് 5 ആണ്. ക്രിയാറ്റിൻ 6 ഉണ്ട്, യൂറിക് ആസിഡ് കൂടുതലുണ്ട്, യൂറിയ കൂടുതലുണ്ട്, യൂറിക് ആസിഡ് കൂടുതലുണ്ട്. മൂത്രത്തിൽ കൂടെ ആൽബുമിൻ പോകുന്നുണ്ട്. പിന്നെ കാൽസ്യം തീരെ കുറവാണ്, അതും വരാം, കാൽസ്യത്തിൻ്റെ കുറയാം. പിന്നെ യൂറിൻ നോക്കുമ്പോൾ യൂറിൻ പ്രോട്ടീൻ ഉണ്ടെന്ന് മാത്രമല്ല, RBCs ചുമന്ന രക്താണുക്കൾ യൂറിനിൽ കാണിക്കുന്നുണ്ട്. അത് കിഡ്നിയുടെ ഡാമേജ് വരുമ്പോൾ ചുവന്ന രക്താണുക്കൾ അരിച്ചു, അത് ഏറ്റവും സൈസ് കുറവുള്ളതാണ്, അതും അരിച്ചു പോകുന്നതുകൊണ്ട് വരുന്നതാണ്. അത് കിഡ്നി ഡിസീസ് പേഷ്യൻസിന് ഏർലി ഡയഗ്നോസിസിനും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, മൂത്രത്തിൽ RBC കാണിക്കുക എന്നുള്ളത്. പിന്നെ വൈറ്റമിൻ D തീരെ കുറവാണ്.
PSA കൂടുതലാണ്. ഹാർട്ട് പറഞ്ഞിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ ഇതും കൂടെ നോക്കും, ഒരു ട്രോപ്പോണിനായി അത് നോർമലാണ്. അപ്പോൾ അതാണ് ടെസ്റ്റുകളിൽ വരുന്നത്. പിന്നെ സ്കാനിങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ CIMT ഒരു നമ്മൾ ഈ ബ്ലഡ് വെസലിൻ്റെ ഏജിങ് അറിയാൻ ചെയ്യുന്നത് അത് നോർമലാണ്, നോർമൽ ലിമിറ്റ്സ് ആണ് വരുന്നത്, ഡോക്ടർ സ്റ്റഡിയാണ്. പിന്നെ ഹാർട്ടിൻ്റെ ഇത് നോക്കുമ്പോൾ ഹാർട്ടിലൊരു പൾമനറി ചെറിയൊരു പൾമനറി പൾമനറി ആർട്ടറിയുടെ വാൽവിലൊരു പ്രശ്നം ചെറുതായിട്ടുണ്ട്. പക്ഷെ അതൊരു മേജർ പ്രോബ്ലം അല്ല. ഈ ഏജിലൊക്കെ പലപ്പോഴും ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് കാണാം. പിന്നെ അബ്ഡോമിനൽ റീനൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, അത് നമുക്കറിയാം. അതുകൂടാതെ കിഡ്നിയുടെ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിലുള്ള കാൽക്കുല ഉണ്ട്, 5 മില്ലിമീറ്റർ സൈസുള്ള റീനൽ സ്റ്റോൺസ് കാണുന്നുണ്ട്. പിന്നെ റീനൽ കോർട്ടിക്കൽ സിസ്റ്റ്, കിഡ്നിയിൽ കുറച്ച് സിസ്റ്റ്, അതൊക്കെ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് പലർക്കും കാണാറുള്ളതാണ്. പിന്നെ ഗോൾ ബ്ലാഡറിൽ ഒരു പോളിപ്പ് പോലെയോ കാൽക്കുല പോലെയോ കാണുന്നുണ്ട്. അതുപോലെ ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റും ഇത്തരം സ്കാനിൽ കാണിക്കുന്നുണ്ട്. ഇത്തരം പേഷ്യൻസിന് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിലൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. കാരണം ഈ IgA നെഫ്രോപ്പതി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതുപോലെ ഈ വെരിക്കോസ് വെയിനും ഒക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസിലാണ് വരുന്നത്. ഇതിനെല്ലാം കാരണം നമുക്ക് പറ്റാത്ത എന്തൊക്കെയോ നമ്മളുടെ ബോഡിയിൽ ചെല്ലുന്നുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ബോഡിയിലെ സെല്ലിനെയും അല്ലാത്തതിനെയും തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളുടെ കിഡ്നിയിലെ സെല്ലുകളെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെല്ല് തന്നെ സെല്ലോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ആൻറ്റിബോഡീസ് പോലെയുള്ളതോ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ രക്തക്കുഴലുകളെ വെയിൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കാലിൽ വെരിക്കോസിന് വരുന്നത്. അത് ഇൻറ്റസ്റ്റൈനിലും വരുന്നുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്, പലതരം ഗ്യാസ്ട്രൈറ്റിസുകൾ വരും. ഇതൊക്കെ ഈ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് ബേസിക് പ്രോബ്ലം. അപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ നോക്കി ഇതുപോലെ ഇത് കണ്ടുപിടിക്കും. അതുകൂടാതെ പല ഫുഡുകളിനോടും ഇങ്ങനെയുള്ളവർക്ക് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പല സാധനങ്ങളോടും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ലി, ടൊമാറ്റോസ്, എഗ്ഗ്, മിൽക്ക്, ഗ്രൗണ്ട്നട്ട്, ഈവൻ ലേഡീസ് ഫിംഗർ, പിന്നെ സോ മെനി ഐറ്റംസിനോട് അലർജി കാണിക്കുന്നുണ്ട്. അപ്പം ചിക്കൻ, മൾട്ടിപ്പിൾ ഐറ്റംസിനോട് അലർജി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈവൻ റൈസിനോട് അലർജിയുണ്ട്. അപ്പം ഇതൊക്കെയാണല്ലോ നമ്മൾ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ കഴിക്കുന്ന സാധനങ്ങളോട് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ബോഡി ഇങ്ങനെ പലതരം കെമിക്കൽസും ഇങ്ങനെ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഫൈനലി ഇതെല്ലാം IgA, IgG, IgM അങ്ങനെ പല ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബോഡീസാണ് വരുന്നത്. ഇത് പോയി നമ്മൾ ഫൈനലി പോയി നമ്മുടെ കിഡ്നിയും കൂടെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു, ഓൾ ബ്ലഡ് വെസൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പറ്റാത്ത ഇതൊക്കെയാണ് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാൻ നോക്കും. പിന്നെ നമ്മളുടെ ഇനിയിപ്പോൾ ഓൾറെഡി ഡാമേജ്ഡ് ആണ്, അപ്പോൾ ഇനി ഉള്ളത് ഫങ്ഷൻ ചെയ്യുന്നത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ, അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കിട്ടുന്നെന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അരിയും ഗോതമ്പും ഒന്നും കഴിക്കാൻ മേല, പിന്നെ എന്ത് കഴിക്കും എന്നുള്ള ചോദ്യം വരും. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ ഡയറ്റിനെ മോഡുലേറ്റ് ചെയ്ത്, അപ്പം പല ഇതിനകത്തും നമുക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടിയാലേ ഈ ഡാമേജ് ആയിട്ടുള്ള സെല്ലിനെയൊക്കെ പുതിയ സെല്ലുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഒരു രോഗത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ സെല്ലുണ്ടാക്കാൻ വേണ്ട നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം ഉള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ സ്കിൻ ഡിസീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈവൻ ലോക്കൽ ആപ്ലിക്കേഷനായിട്ട് സ്കിൻ ആപ്ലിക്കേഷനായിട്ട് ന്യൂട്രീഷൻ തന്നെ കൊടുക്കും. ഇദ്ദേഹത്തിന് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. പിന്നെ സ്പെഷ്യൽ എക്സസൈസ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ സെൽസിലും ഒന്നും എത്തുകയില്ല. എവിടെയൊക്കെയാണോ ആക്ടിവേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നതനുസരിച്ച് മാത്രമേ രക്തയോട്ടം കൂടി വരുള്ളൂ. അപ്പം ഈ ജെൻറ്റിലായിട്ടുള്ള സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ വെച്ചിട്ട് ഹോൾ ബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്ത്, ഇതിലെല്ലാം ഒത്തിരി ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും ഇങ്ങനെയുള്ളവരുടെയൊക്കെ കാലം ഈവൻ മുഖമൊക്കെ കറുത്ത് സ്കിന്നിൽ തന്നെ ടോക്സിൻ അടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ കറുപ്പൊക്കെ നിറം വരുന്നത്. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റാനും കൂടെ ആയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ടോക്സിൻസ് എല്ലാം മാറ്റി അതേ സമയത്ത് വേണ്ട ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുത്ത് നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള എല്ലാം റിപ്പയർ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈ ഡാമേജ് എന്ന് പറഞ്ഞാൽ കിഡ്നി മാത്രമല്ല, കിഡ്നിയിലേക്ക് ഒന്ന് ബ്ലഡ് വെസൽസ് മുതൽ കിഡ്നിയുടേതും മറ്റു സിസ്റ്റത്തിലെ എല്ലാം ഡാമേജ് ഉണ്ടാകും. അപ്പോൾ എല്ലാം പുതിയതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ശരിക്കും ഒന്ന് വീടൊക്കെ റിന്യൂവേറ്റ് ചെയ്യുന്ന പോലെ, എല്ലാം ലീക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ റിന്യൂവേറ്റ് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ലീക്കാണ്, കിഡ്നിക്കകത്ത് ലീക്ക് ചെയ്യുകയാണ്. കിഡ്നി അരിപ്പ ലീക്ക് ചെയ്യുന്നത് പോലെയാണ് ഇതിനകത്തും വരുന്നത്.
അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി റിപ്പയർ ചെയ്യുക. നമ്മൾ വീട് റിപ്പയർ ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യാനായിട്ട്, ബോഡി റിപ്പയർ ചെയ്യാൻ വേണ്ടത് ഒന്ന് കറക്റ്റ് ന്യൂട്രീഷൻ കിട്ടണം, പിന്നെ കറക്റ്റായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ള എക്സസൈസ് കിട്ടണം, പിന്നെ 3 ടോക്സിൻസ് ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ടോക്സിൻ ചെല്ലാൻ അനുവദിക്കരുത്, അതുപോലെ ഉള്ള ടോക്സിനെ പുറത്ത് കളയാൻ നോക്കണം. അപ്പോൾ ഇതിനുള്ള ശ്രമങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മളിത് തുടങ്ങിയിട്ട് എന്ത് റിസൾട്ട് വന്നു എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി സിംറ്റമാറ്റിക് എല്ലാം ഒരു യൂഷ്വലി അതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പെട്ടെന്ന് തന്നെ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ബോഡി പെയിൻ ആണെങ്കിൽ ഒരു 70% ബോഡി പെയിൻ മാറി, ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ 8 ദിവസമായപ്പോൾ വന്നപ്പോഴേക്കും മാറി, അതുപോലെ സ്ലീപ്പ് കംപ്ലീറ്റ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് എത്ര കംപ്ലീറ്റ് മാറിയത് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, ഇനി എത്ര കൂടെ മാറാനുണ്ടെന്നാണ് നമ്മൾ യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ സ്ലീപ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 70% ഓക്കെ ആയി. യൂറിനറി പ്രോബ്ലംസ് ഒരു 50%. യൂറിനറി പ്രോബ്ലംസ് മാറിയാലേ സ്ലീപ്പിൻ്റെതാണെങ്കിലും കറക്റ്റ് ചെയ്യുള്ളൂ. കാരണം രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി വരുമല്ലോ, അത് മാറി, അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഓൾമോസ്റ്റ് 90% മാറി. ഡ്രൈവിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. പിന്നെ 15-ാം ദിവസം വന്നപ്പോഴേക്കും സാധാ കാര്യങ്ങൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, സിംറ്റമാറ്റിക് റെഗുലർ വർക്കുകൾക്കൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാത്ത നിലയിലേക്കുള്ള എത്തി എന്നുള്ളതാണ്. അപ്പം സിംറ്റമാറ്റിക് റിലീഫ് 2 ആഴ്ച കൊണ്ട് വന്നു. ഈ നീർക്കെട്ടും കാലിലെ ചൊറിച്ചിലും അസ്വസ്ഥത, ഞാൻ എല്ലാ സിംറ്റംസും ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ജനറലി എല്ലാ സിംറ്റംസിനും ആശ്വാസമായി. 15th ഡേ വരുമ്പോൾ സിംറ്റംസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ മരുന്നുകളുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 തരം ടാബ്ലറ്റ്, ഓരോ മരുന്നും നമ്മൾ കുറച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഇപ്പം ഈ BP-യുടെ പ്രസോസിൻ അത് പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് 30 ദിവസം ആകുമ്പോഴേക്കും വരുമ്പോൾ പ്രസോസിൻ ഇല്ല, നോഡോസിസ് നിർത്താൻ പറ്റി. കോൺകർ മാത്രം, കോൺകറാണ് ലാസ്റ്റ് വരെ 90 ദിവസം 90 ഡേയ്സ് വരുമ്പോഴേക്കും, ഈവൻ 60 ഡേയ്സ് വന്നപ്പോൾ തന്നെ എല്ലാം തന്നെ ഏകദേശം തീരാറായി, മരുന്നുകളൊക്കെ തീർന്നു. കോൺകോർ എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് വരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം നെഞ്ചിടിപ്പ് തോന്നുവാണെങ്കിൽ മാത്രം, കാരണം BP എപ്പോഴേക്കും കൺട്രോൾഡായി. അപ്പം 1 മന്ത് ആയപ്പോഴേക്കും ആക്ച്വലി 3 മരുന്നിലേക്ക് കുറയ്ക്കാൻ പറ്റി. 1 മന്തിന് വരുമ്പോൾ ശരിക്കും 5 മരുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഡോസ് കുറച്ച് നമുക്ക് എല്ലാം 90 ഡേയ്സ് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് മരുന്നെല്ലാം തീർന്നു. ഇനി എന്തെങ്കിലും ഒരു സ്ട്രെസ് ലെവൽ കൂടി ഒരു നെഞ്ചിടിപ്പ് വരുമോ അല്ലെങ്കിൽ ഒരു BP കൂടുകയോ ചെയ്താൽ മാത്രം കോൺകോർ എന്നുള്ള ഒരു ബീറ്റ ബ്ലോക്കർ ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ് ബിസപ്രിലോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് BPക്കും പറ്റും, നെഞ്ചിടിപ്പിനും കൂടാതെ നോക്കിക്കോളും. അപ്പോൾ അത് പക്ഷേ യൂഷ്വലി അദ്ദേഹത്തിന് ഇങ്ങനെ എടുക്കേണ്ട വരുന്നില്ല. അത് വല്ല മിക്കവാറും എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴാണ്, ജോലി സംബന്ധമായോ ഒക്കെയുള്ള വരുമ്പോൾ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ എന്നുള്ള. നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് റിപ്പോർട്ട്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കിഡ്നി പേഷ്യൻസിന് ഡയബറ്റീസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡയബറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവരുടെയും വർക്കൗട്ട് ചെയ്യും. ഇദ്ദേഹത്തിന് ഡയബറ്റീസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അമൈലേസും ലൈപ്പേസും, പാൻക്രിയാസിന് നീർക്കെട്ട് കാണുന്നുണ്ട്. അത് യൂഷ്വലി ഓവർ വെയിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കാണും. ഇതാണ് ഒത്തിരി ഓവർ വെയിറ്റ് ആണ്. അതൊരു 30 ഡേയ്സ് ആയപ്പോഴേക്കും ലൈപ്പേസ് നോർമലായി, അമൈലേസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. 90 ഡേയ്സ് ആയപ്പോഴേക്കും അമൈലേസും ലൈപ്പേസും നോർമലായി. നെക്സ്റ്റ് ഈ ലൈപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളും ഒക്കെ, ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കിഡ്നി പേഷ്യൻസിന് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ സ്റ്റാറ്റിൻ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കൊളസ്ട്രോള് ഇതൊക്കെ നോർമലാക്കി നിർത്താൻ പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ സ്റ്റാറ്റിൻ എടുത്തുകൊണ്ടിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ HDL കുറവായിരുന്നു. അത് പതുക്കെ HDL കൂട്ടി പതുക്കെ നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. അപ്പോൾ ഇൻഫ്ലമേറ്ററി മാർക്കറിൽ HCRPയും ESRും ഒക്കെ കൂടുതലായിരുന്നു. അതെല്ലാം ഗ്രാജുവൽ HCRP 8th ഡേ ആയപ്പോൾ തന്നെ നോർമലായി. ESR കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ESR ടോട്ടലി അങ്ങ് നോർമലായില്ല. അതിപ്പോൾ ഈ ഇങ്ങനത്തെ ഓട്ടോഇമ്യൂൺ ഡിസീസ് പേഷ്യൻസിന് ESR പക്ക ഫുള്ളി നോർമലിലേക്ക് വരെ, ഇപ്പം ജെയിംസിനൊക്കെ ആണെങ്കിൽ ബിലോ 15 ഒന്നും എത്തിയെന്ന് വരികയില്ല, കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് കിഡ്നി പേഷ്യൻസിന് പലപ്പോഴും അനീമിക് ആയിരിക്കും. അതായത് കിഡ്നി എന്നുള്ള ഒരു ഹോർമോൺ, ഒരു എറിത്രോപോയറ്റിൻ എന്ന് പറയും, ഈ ഹോർമോണാണ് നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഫെയിലിയർ വരുമ്പോൾ അതുകൊണ്ടാണ് ഒരു എറിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ ആഴ്ചയിൽ 1ഉം 2ഉം ഒക്കെ വെച്ച് പല പേഷ്യൻസിനും കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ HB ഇത് ഇടയ്ക്ക് ഇദ്ദേഹത്തിനും ഈ പലപ്പോഴും എറിത്രോപോയറ്റിൻ എടുക്കുന്നുണ്ടായിരുന്നു, പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ബട്ട് ഇത് എറിത്രോപോയറ്റിനൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂഷ്വലി എറിത്രോപോയറ്റിൻ എടുക്കുന്നത് ബിലോ 10 ആയി കഴിയുമ്പോഴാണ്.
ബിലോ 10 HP വന്നു കഴിയുമ്പോഴേക്കാണ് ഇത്രപ്പോയിറ്റിന് എടുക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇത്രപ്പോയിറ്റിന് ഇല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീനൽ ഫംഗ്ഷനിലേക്ക് വന്നു കഴിയുമ്പം റീനൽ ഫംഗ്ഷന് ഇമ്പ്രൂവ് ചെയ്തെന്നല്ലാതെ നമുക്ക് ഫുള്ളി നോർമൽ ആക്കാൻ പറ്റിയില്ല. 180 വരെ ഡേയ്സ് ആയപ്പോഴേക്കും ക്രിയാറ്റിൻ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഇത് ഗ്രാജുവലി കുറയുന്ന കാണാം. ക്രിയാറ്റിൻ ആദ്യം 6 ആയിരുന്നത് 8th ഡേ ആയപ്പോഴേക്കും 5.7 വന്നു, പിന്നെ 5.2 ആയി, 4.5 ആയി, 1 മന്ത് ആയപ്പോഴേക്കും 4.5, സെക്കൻഡ് മന്തിൽ വന്നപ്പോൾ 4.1 ആയി, 90 ഡേയ്സ് ആയപ്പോഴേക്കും അത് കുറഞ്ഞ് 4 താഴെയായി. അപ്പം GFR ത്രൂ ഔട്ട് ആദ്യം ബിലോ 15, യൂഷ്വലി അങ്ങനെയാണ്, ബിലോ 15 എന്നാണ്. ബിലോ 15 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഗ്രേഡ് 5 എന്ന് എടുക്കുന്നത്. അതിനു മുമ്പും എബോവ് 15 ഉണ്ടെങ്കിൽ ഗ്രേഡ് 15 to 20 to 15 വരുമ്പോഴേക്കും ഗ്രേഡ് 4 എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 60ാമത്തെ ദിവസം ആയപ്പോഴേക്കും GFR 15-ലെത്തി. സോ ഗ്രേഡ് ഒന്ന് കുറഞ്ഞു വന്നു. പിന്നെ നെക്സ്റ്റ് 90 വന്നപ്പോഴേക്കും 16 ആയി. അപ്പം ഇതിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പം തീരെ കുറഞ്ഞു പോയവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതായത് GFR 30 ഉള്ള ഒരാളെ 40ലേക്ക് കൊണ്ടുവരാൻ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുവരാം. പക്ഷെ GFR 15 താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ര കുറച്ച് നമ്മുടെ ഈ കിഡ്നിയിലെ അരിപ്പകൾക്ക് പറയുന്നത് ഗ്ലോമറുലസ് എന്നാണ്. ഈ ഗ്ലോമറുലസ് നശിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതിനെ കേടായിരിക്കുന്നതിന് നന്നാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം തീരെ താന്നു പോകുന്നതനുസരിച്ച് പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂടുതൽ ബുദ്ധിമുട്ടാവും. അതുപോലെ അദ്ദേഹത്തിന് ആദ്യം വരുമ്പം പൊട്ടാസ്യം ലെവലാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. അത് തീരെ കുറവായിരുന്നു, അതും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റി. പിന്നെ മൈക്രോ ആൽബുമിന് എല്ലാ കാര്യങ്ങളിലും യൂറിയ കുറഞ്ഞു വന്നു, യൂറിക് ആസിഡ് കുറഞ്ഞു വന്നു. ആദ്യം വിത്ത് മെഡിസിൻ 8.2 നിന്നത് ആദ്യം മെഡിസിൻ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് 9ലേക്കൊക്കെ വന്നാലും പിന്നെ അതങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഫ്ലോക്സെറ്റ് ഇങ്ങനത്തെ മരുന്നുകൾ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കും. അപ്പം യൂറിക് ആസിഡ് കൊണ്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഈ ആർത്രൈറ്റിസും അങ്ങനെയൊന്നും യൂറിക് ആസിഡ് കാരണം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇത്തിരി മരുന്ന് നിർത്തും. അപ്പം മരുന്ന് നിർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടും. കാരണം കിഡ്നിക്കാണല്ലോ പ്രോബ്ലം. കിഡ്നിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ്, കിഡ്നി ഡിസീസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ടാണ് യൂറിക് ആസിഡ് കൂടുന്നത്. പക്ഷെ അത് ഗ്രാജുവലി മരുന്നൊന്നും ഇല്ലാതെ മരുന്നിലുള്ളതിനേക്കാളും ബെറ്ററായി 7.8ലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ കാൽസ്യം കുറവുണ്ടായിരുന്നു, അത് കറക്റ്റായി. പിന്നെ മൈക്രോ ആൽബുമിൻ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നത് അത് ഗ്രാജുവലി കുറഞ്ഞു വന്നിരുന്നുണ്ട്. അത് ടോട്ടലി കംപ്ലീറ്റ് നോർമൽ ആയിട്ടില്ല, 180 ഡേയ്സ് ആയിരുന്നു. അത് നമ്മൾ റീനൽ ഫെയിലിയർ 5 ഉള്ള പേഷ്യൻറ്റ് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. റീനൽ ഫെയിലിയർ 5 ഒക്കെ എത്തിയത് ഒരിക്കലും നമ്മുടെ കിഡ്നി ഫുൾ കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. പക്ഷെ ഡയാലിസിസ് ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. അതായത് സിംറ്റം ഫ്രീ ആക്കി ഒരു ക്ലിനിക്കലി സ്റ്റേബിൾ ആക്കി ഡയാലിസിസ് ഇല്ലാതെ കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. സ്റ്റേജ് 5 എത്തിയ. അതിന് മുമ്പുള്ളവരാണെങ്കിൽ മിക്കവാറും നമുക്കൊരു പരിധി വരെ അറ്റ്ലീസ്റ്റ് GFR ഫുള്ളി 90ക്ക് മുകളിൽ എത്തിയില്ലെങ്കിലും ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ യൂറിനിലെ പ്രോട്ടീനാണ്. യൂറിൻ പ്രോട്ടീൻ നമ്മൾ ബേസിക് നോക്കുമ്പം അതും മാറിയിട്ടുണ്ട്. RBCs ലീക്ക് ഉണ്ടായിരുന്നു, മാറി. വൈറ്റമിൻ D കുറവായിരുന്നു, അത് നമ്മൾ പിന്നെ സപ്ലിമെൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അത് 30 ഡേയ്സ് ആയപ്പോൾ തന്നെ നോർമലായി. PSA അതാണ് വേറൊരു. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ബയോപ്സി, കാരണം ഇത്രയും പ്രോബ്ലം ഉള്ള എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ബേസിക്കലി വേറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന് PSA കൂടി കണ്ടിന്യൂസ്ലി നിൽക്കുന്ന കാണുമ്പം പ്രോസ്റ്റേറ്റിന് ബയോപ്സി പറയും. അപ്പം കിഡ്നിക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനാണ് മോർ ഫോക്കസ് കൊടുത്തിരുന്നത് മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ PSA ആണെങ്കിലും 180 ഡേയ്സ് ആയപ്പോഴേക്കും നോർമൽ, 180 അല്ല 30th ഡേ ആയപ്പോൾ തന്നെ നോർമലായി PSA. 8th ഡേ വന്നപ്പോഴേക്കും കുറഞ്ഞു, 30th ഡേ ആയപ്പോൾ നോർമലായി. പിന്നെ വീണ്ടും 180, കാരണം ക്യാൻസർ മാർക്കറുണ്ട്, ഒന്നും കൂടെ നോക്കി അപ്പോഴും വീണ്ടും നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ നമ്മൾ ബാക്കി റിപ്പോർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോയിൽ നമ്മൾ ഹാർട്ടിൻ്റെ പൾമണറി റിഗർജിറ്റേഷന് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. നമുക്കങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ചെറിയ പൾമണറി റിഗർജിറ്റേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വയറിലകത്തെ അബ്ഡോമിനൽ എക്സ്റേയിൽ കിഡ്നിയുടെ ക്രോണിക് റീനൽ ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഫാറ്റി ലിവറും ഗോൾ ബ്ലാഡർ പോളിപ്പും മാറി എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഒരു ബെനിഫിറ്റ്. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ BPH ഉണ്ട്, പക്ഷേ BPHൻ്റെ അതുകൊണ്ടുള്ള ബ്ലാഡർ സിംറ്റംസ് ഒക്കെ ബ്ലാഡർ നോർമലായി. അതായത് ഈ ബ്ലാഡറിൻ്റെ തിക്കനിങ്ങും ഒക്കെ വന്നിരിക്കുന്നത് നോർമലായി. പിന്നെ അദ്ദേഹം യൂറിനറി സിംറ്റംസ് ഒന്നും ഇല്ല, ഇപ്പം സിംറ്റംസ് ഫ്രീ ആയി. അതുപോലെ തന്നെ അതിൻ്റെ ആ ചേഞ്ച് നമുക്ക് സ്കാനിങ്ങിലും കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ, അതായത് ഇത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ
നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോഡിയെ കറക്റ്റ് ചെയ്യാനാണ്. ബോഡിയെ കറക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ ഘടന മാക്രോ ലെവൽ, അതായത് നമ്മൾ കാണുമ്പോഴും അതുപോലെ തന്നെ ഉള്ളിലും സെല്ലുലാർ ലെവലിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റവും ഹോർമോൺസും കറക്റ്റ് ചെയ്താണ് ഇതിനെ നോക്കുന്നത്. അല്ലാതെ മരുന്ന് വെച്ചിട്ടല്ല, നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് ബോഡിയെ കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹോർമോൺ സിസ്റ്റത്തെ ഒക്കെ കറക്റ്റ് ചെയ്യാനാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തുടങ്ങുമ്പോൾ 83 കിലോ ഉണ്ടായിരുന്നത് 1 മാസം ആയപ്പോഴേക്ക് 8 ദിവസം ആയപ്പോഴേക്ക് 79.2 ആയി, 15 ദിവസമായപ്പോൾ 77.3 ആയി, 30 ദിവസമായപ്പോൾ 76 ആയി, 60 ദിവസമായപ്പോൾ 74.7, 90 ദിവസം ആകുമ്പോൾ 71.3, ഡേ 180 ആയപ്പോഴേക്കും 6 മാസം ആയപ്പോഴേക്കും 65.8 എത്തി. അപ്പം ഇത് BMIയിലാണേലും BMI തുടങ്ങുമ്പോൾ 28.3 ഉണ്ടായിരുന്നു, 22.5 BP തുടങ്ങുമ്പം വിത്ത് മെഡിസിൻ കൂടി നിന്നിരുന്നതാണ്. അത് ഗ്രാജുവലി 30 ഡേയ്സ് ആയപ്പോഴേക്കും മരുന്ന് ഒക്കെ കുറച്ചുകൊണ്ട് വന്നാലും എല്ലാം കുറഞ്ഞു വന്നു. 90 ഡേയ്സ് ആയപ്പോൾ മരുന്നൊന്നും ഇല്ല, പക്ഷേ BP നോർമലാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. മരുന്നൊന്നും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് BP ശരിക്കും പക്ക നോർമലായത്. പിന്നെ വയറാണ് 102 സെൻറ്റിമീറ്റർ ഉണ്ടായതും 6 മാസമായപ്പോഴേക്കും 78 കുറഞ്ഞു. അപ്പം ആ ഡിഫറൻസാണ് നമ്മൾക്ക് ഈ ബാക്കി ബോഡിയിൽ വന്ന ചേഞ്ച് കൊണ്ടാണ് മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാം വരുന്നതെന്നുള്ളതാണ്. ബോഡി ഏജ് ആണെങ്കിൽ അദ്ദേഹത്തിന് 54 വയസ്സേ ഉള്ളെങ്കിലും തുടങ്ങുമ്പം അദ്ദേഹത്തിന് ആക്സലറേറ്റഡ് ഏജിങ് ആണ്, 61 വയസ്സ് കാണിക്കുന്നുണ്ട്, 7 വയസ്സ് കൂടുതലാണ്. അത് 30 ദിവസം ആയപ്പോഴേക്കും ശരിക്കും 55 കൊണ്ടുവരാൻ പറ്റി. 60 ദിവസമായപ്പോൾ 53 ആയി, 90 ദിവസമായപ്പോൾ 51 ആയി, 180 ആയപ്പോഴേക്കും 44 ആയി. അപ്പം 54 വയസ്സുള്ള 10 വയസ്സ് കുറച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിഡ്നി അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഹോൾ ബോഡി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, എല്ലാ സിസ്റ്റവും കറക്റ്റ് ചെയ്യാം. പക്ഷേ കിഡ്നി തീരെ ഡാമേജ്ഡ് ആയതുകൊണ്ട് അതിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നമുക്കറിയാമല്ലോ. ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോഴും വണ്ടിയെക്കുറിച്ചാണല്ലോ, അല്ല വീടാണെങ്കിലും ചെറിയൊരു ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാണ് ഡാമേജ് തുടങ്ങി ഒരു മിനിമം ഡാമേജ്, ഒരു മോഡറേറ്റ് ഡാമേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഈ കംപ്ലീറ്റ്ലി ഡാമേജ് വന്ന് ഈ സ്റ്റേജ് 5 ഒക്കെ എത്തുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് 18.6 കുറയ്ക്കാൻ പറ്റി. ഐഡിയലി ജെൻസിന് ഒരു 10 to 15 ഫാറ്റ് ബോഡിയിൽ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമ്മളൊരു സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ പേഷ്യൻറ്റിന് വന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻ ഇല്ല. ഡയാലിസിസ് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ കിഡ്നി അറേഞ്ച് ചെയ്യുക. 54 വയസ്സല്ലേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് നോക്കുക. പിന്നെ അതിനു മുമ്പ് കിഡ്നി കിട്ടുന്നതിനുള്ള താമസത്തിൻ്റെ സമയത്ത് ഡയാലിസിസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു AV ഫിസ്റ്റുല എന്ന് പറയും, നമുക്ക് ഈസി ആയിട്ട് ഓരോ പ്രാവശ്യം ചെയ്യാനായിട്ട്. പിന്നെ അതിന് എന്തെങ്കിലും എമർജൻസി വന്നാലാണ് നമ്മളുടെ ഈ ഹാർട്ടിലേക്ക് നേരെ കാത്തറ്റർ ഇട്ടിട്ട് ചെയ്യും. അതിനാണ് AV ഫിസ്റ്റുലയ്ക്ക് പകരം. അത് ആദ്യം എമർജൻസി ചെയ്യുമ്പോൾ നേരെ ഹാർട്ടിലേക്ക് ഒരു കത്തീറ്റർ നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിനകത്തൊന്ന് ഇട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പം അത് കുറച്ച് ഡേഞ്ചറസ്, അത് ഹാർട്ടിലേക്ക് നേരെ കിടക്കുകയല്ല, ഇൻഫെക്ഷനും മറ്റ് പല പല കോംപ്ലിക്കേഷനും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് AV ഫിസ്റ്റുല ചെയ്യുക. അത് കയ്യിലോ അല്ലെങ്കിൽ കാലയിലോ ഒക്കെ ചെയ്യാം. യൂഷ്വലി കയ്യിലാണ് സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. അത് ചെയ്തിട്ട് അത് പക്ഷേ റെഡി ആയി വന്ന് അതിൽ കൂടെ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു 2 months എടുക്കും. അപ്പം എമർജൻസി വരുമ്പോൾ ആദ്യം ഇതിലേ ചെയ്യും, എന്നിട്ട് ഇവിടെ ചെയ്തിട്ട് ഇതിലേ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് അതൊന്നും ഇല്ലാതെ നമുക്ക് കിഡ്നി സിംറ്റമാറ്റിക്കലി അദ്ദേഹം കംപ്ലീറ്റ്ലി ഫ്രീ ആയി. പക്ഷെ ഡയറ്റും കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ട്. ഡയാലിസിസ് ആണെങ്കിൽ പിന്നെ അവർ 2 ആഴ്ച 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചെയ്യേണ്ട വരുമല്ലോ, അതാണല്ലോ സാധാരണ കണക്ക്. ഇതൊന്നും ഇല്ലാതെ സിംറ്റം ഫ്രീ ആയിട്ട് ഉറക്കത്തിന് ഒന്നും ഒരു പ്രോബ്ലംസും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബെനിഫിറ്റ്. പിന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു, ഒരു മരുന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ മരുന്ന് നിർത്തിയതുകൊണ്ടും കൂടിയാണ് കിഡ്നിക്ക് എന്തെങ്കിലും ഒരു റിക്കവറി പോസിബിലിറ്റി കിട്ടുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം, അതാണ് കാണുന്നത്. പിന്നെ യൂഷ്വലി ഒത്തിരി റെസ്ട്രിക്ഷൻ, വെള്ളത്തിൻ്റെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട് കിഡ്നി ഡയാലിസിസ് പേഷ്യൻറ്റിന്. നമ്മൾ ഇതിലങ്ങനെയല്ല. നമ്മൾ യൂറിൻ പോകുന്നത്, അതായത് മൂത്രതടസ്സം, കിഡ്നിക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്ന മൂത്രം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ലിറ്റർ എങ്കിലും യൂറിൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും കിഡ്നിക്ക് ആ പവറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നടക്കുകയില്ല. അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. കിഡ്നിക്ക് യൂറിൻ ഉണ്ടാക്കാനുള്ളൊരു സ്റ്റേജ്, അതാണ് യൂഷ്വലി ലാസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇതിപ്പം സ്റ്റേജ് 4 എത്തിയിട്ടുണ്ടെങ്കിലും
നമ്മൾ കറക്റ്റായിട്ട് വെള്ളവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതേസമയത്ത് മൂത്രം പോകാതെ നീര് വരികയും ശ്വാസം മുട്ടൽ വരികയൊക്കെ ചെയ്യുന്നവർക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ബെനിഫിഷ്യൽ ആവില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ അസ്വസ്ഥത മാറി, ലിവറിൻ്റെ പ്രശ്നങ്ങൾ മാറി, ഗോൾ ബ്ലാഡറിൻ്റെ പ്രോബ്ലം മാറി, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. അപ്പം ബ്ലഡ് റിപ്പോർട്ട്സ് വരുമ്പോൾ ഇതിലെല്ലാത്തിനുള്ള ബെനിഫിറ്റ്സ് വന്നിട്ടുണ്ട്. ഈവൻ അത് സ്കാനിലാണേലും ഫാറ്റി ലിവർ, ഗോൾ ബ്ലാഡർ പ്രോബ്ലംസ്, ഈവൻ റീനൽ സ്റ്റോൺ ഉണ്ടായി, അത് മാറിക്കിട്ടി, ബ്ലാഡർ ഒബ്സ്ട്രക്ഷൻ ഫീച്ചേഴ്സ് മാറി. ഇതെല്ലാമാണ് അതിനകത്ത് നമുക്ക് ജനറലി കാണുന്ന റിപ്പോർട്ട് വൈസ് വരുന്നത്. പിന്നെ ബോഡി പാരാമീറ്റേഴ്സിലാണെങ്കിൽ വെയിറ്റ് 83 കിലോയിൽ നിന്ന് 65 കൊണ്ടുവരാൻ പറ്റി. അതുപോലെ ബോഡി ഏജ് ആണെങ്കിൽ 61 44 വരാൻ പറ്റി. ഇതെല്ലാം മരുന്നില്ലാതെയാണെന്ന് ഓർക്കണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ ബെനിഫിറ്റ്സ് വരുന്നതെന്നുള്ളത്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടത് നമുക്ക് ഭക്ഷണം മാത്രമാണ് വേണ്ടത്. ബോഡിക്ക് ശരിക്കും മരുന്നിനെ പോലും ബോഡി ഒരു ടോക്സിനായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് കിഡ്നി ലിവറും വയറ്റിനെ സംബന്ധിച്ചിടത്തോളം പോഷകങ്ങളല്ലാത്ത എല്ലാം ടോക്സിനാണ്. അപ്പം കിഡ്നിക്കോ ലിവറിനോ ഏത് സിസ്റ്റത്തിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്ന് അവർക്ക് മരുന്ന് അത്യാവശ്യം സിംറ്റമാറ്റിക് റിലീഫ് പെട്ടെന്ന്, ഇപ്പം ഒരു ഇൻഫെക്ഷൻ ആണ് ആൻറ്റിബയോട്ടിക് വെച്ച് അങ്ങനെ ഇത് ചെയ്യുക എന്നുള്ള, ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നമ്മൾ അതിനകത്ത് നോക്കാം. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ മരുന്നുകൾ, പ്രത്യേകിച്ച് ലിവർ പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോൾ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കിഡ്നിക്കും ലിവറിനും വീണ്ടും സ്ട്രെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജങ്ക് ഫുഡും ടോക്സിൻസും ഹെയർ ഡൈ അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ബോഡിയിലേക്ക്, ഈവൻ ഫുഡിലാണെങ്കിലും കളറും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത ഫുഡ്, നമുക്ക് ബോഡിക്ക് ഏറ്റവും ടോളറൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഏറ്റവും മിനിമം കഴിച്ച് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ശരിക്കും ഒരു 5 kg കൂടെ കുറയാം. ഏറ്റവും ലോ BMI, അതിൻ്റെ ഒരു 20-21 BMIയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, മറ്റു രോഗങ്ങളൊന്നും വരാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ രോഗം വന്ന് മരുന്നെടുത്തു കഴിഞ്ഞാൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വരാതെ നമ്മൾ കംഫർട്ടബിളായിട്ട് ഒരു ലൈഫ് സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്രയും കാലമാണ് നമുക്ക് ഡയാലിസിസ് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുക. നമ്മൾ ഇത്തരം കിഡ്നി പേഷ്യൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് IgA നെഫ്രോപ്പതി ഒക്കെ കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങിയാൽ ഈസിയറാണ്. അതായത് ഈ ലെവലിലേക്ക് പോവുകയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 16 വർഷം കഴിഞ്ഞ്, ആക്ച്വലി അതിനു മുമ്പ് ഒരു 6 മാസം മുമ്പ്, ഒരു 1 ഇയർ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കുറഞ്ഞു പോകുന്നതിന് മുമ്പ് വന്നതാണ്. എന്നിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്യാതെ പോയതാണ്. അന്ന് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് 4 എന്തോ ആയിരുന്നു, 5 എത്തിയിട്ടില്ല. ആ 6 months, ഐ തിങ്ക് 6 or 7 months ബാക്ക് വന്നു. എന്നിട്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ല. അന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈസി ആയിട്ട് നമുക്ക് ഒരു ഗ്രേഡ് 3 ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയേനെ. അപ്പം എപ്പം നമ്മൾ തുടങ്ങുന്നു അത്രയും നല്ലതാണെന്നുള്ളത്. നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ 16 വർഷം മുമ്പ് തന്നെ ഈ നിലയിലേക്ക് വന്ന ഒരിക്കലും ഈ റീനൽ ഫെയിലിയറിലേക്ക് പോകുന്ന കാര്യം പോലും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, IgA നെഫ്രോപ്പതിയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുകയില്ല. പലപ്പോഴും ചിലപ്പോൾ എൻ്റെ ഏതിലായിരിക്കും അറിയുന്നത്. കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ GFR-ഉം യൂറിൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും നോക്കി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ, അപ്പം ഈവൻ ഇന്നത്തെ നിലയിൽ ഇപ്പം നമ്മളൊരു കിഡ്നി ബയോപ്സി പോലും എടുക്കേണ്ട കാര്യമില്ല. GFR കുറയാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എത്ര ഗ്രേഡ് 3 ഉള്ളവർ സ്റ്റേജ് 3 ഫെയിലിയറിൽ 1ലേക്ക് ഈവൻ ഒട്ടും ഇല്ലാതെ നോർമലിലേക്ക് കൊണ്ടുവരാൻ ഒരു പാടുമില്ല. പക്ഷേ 4 വന്നാൽ വീണ്ടും മാക്സിമം 3ലേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. 5 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് നിലയെന്നനുസരിച്ച് മാക്സിമം 4 വരാൻ ചിലപ്പോൾ അത് തന്നെ പറ്റിയില്ല എന്നിരിക്കും. അപ്പം നേരത്തെ കണ്ടുപിടിച്ചിട്ട് നേരത്തെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും. കാരണം മരുന്ന് മരുന്ന് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയുള്ളൂ. എന്നെഴുതി BP കൂടുതലാണെങ്കിൽ മരുന്ന് കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് മരുന്ന് കഴിച്ച് കറക്റ്റ് ചെയ്യുക. പക്ഷേ മരുന്നില്ലാതെ തന്നെ BPയും കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അത് ഏർലിയസ്റ്റ് നേരത്തെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടോ നേരത്തെ കണ്ടുപിടിക്കുക. ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്താണ് ലൈഫ് സ്റ്റൈലിലെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ടുകളും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും അതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. ഒന്ന്,
ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിനു ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. രോഗത്തിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനും അതിലൂടെ രോഗത്തിൽ നിന്നും മരുന്നുകളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. രോഗത്തിനൊപ്പം മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും പാർശ്വഫലങ്ങൾ രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതം ദുസ്സഹമാക്കാൻ ഇടയാക്കരുത്. മരുന്നുകളിൽ നിന്നും മുക്തി നേടാനായി ജീവിതശൈലി ക്രമപ്പെടുത്താൻ എല്ലാവരും തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും മറ്റ് സീരീസുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും കൂടുതൽ അറിയാനാകും. പ്ലേലിസ്റ്റ് കാണുക. ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്നും മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ, നമ്മുടെ കൊച്ചുമക്കളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.